ഹലോ, നമസ്കാരം കൂട്ടുകാരെ. 10ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ 3ാം ചാപ്റ്റർ സമാന്തര ശ്രേണിയും ബീജഗണിതവും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ പേജ് 64 മുതൽ 71 വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങാം. തുകകൾ ഇത് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് ഈ ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിലെ ചതുരത്തിൽ ആകെ എത്ര പൊട്ടുകളുണ്ട്? ഇതിലെ പൊട്ടുകളുടെ എണ്ണം കാണാൻ വേണ്ടി നിങ്ങൾ എണ്ണി നോക്കുമോ? എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? അതിനെന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഓരോ വരിയിലും എത്ര പൊട്ടുകൾ ഉണ്ട് എന്ന് നോക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ ഓരോ വരിയിലും 11 പൊട്ടുകളുണ്ട്. ഇനി എന്ത് ചെയ്യും? എത്ര വരികളുണ്ട് എന്ന് എണ്ണി നോക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഓരോ വരിയിലും 11 പൊട്ടുകൾ, അങ്ങനെ 10 വരികൾ. അപ്പോൾ ഈ ചതുരത്തിൽ ആകെ എത്ര പൊട്ടുകൾ ഉണ്ടായിരിക്കും? 11 × 10 110. അപ്പോൾ പൊട്ടുകളുടെ എണ്ണം കാണാൻ വേണ്ടി എണ്ണി നോക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ വരികളുടെയും ഓരോ വരിയിലുമുള്ള പൊട്ടുകളുടെയും എണ്ണം കണ്ടുപിടിച്ച് ഗുണിച്ചു. ഉത്തരം കിട്ടി. ഇനി നമുക്ക് ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചിത്രത്തിൽ നമുക്ക് ഒരു ത്രികോണവും തന്നിട്ടുണ്ട്. അതിൽ കുറേ പൊട്ടുകളുണ്ട്. ഇതിലെ പൊട്ടുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിലെ പൊട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ വരിയിലെയും പൊട്ടുകളുടെ എണ്ണം കൂട്ടുന്നു. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ കൂട്ടാൻ 1ഉം 9ഉം 10, 2ഉം 8ഉം 10, 3ഉം 7ഉം 10, 4ഉം 6ഉം 10. അപ്പോൾ 4 പ്രാവശ്യം 10 കിട്ടി. പിന്നെ ഒരു 10 ഉണ്ട്. 50, 50, 5, 55. ഉത്തരം 55 എന്ന് കിട്ടും. ഈ ത്രികോണത്തിൽ 55 പൊട്ടുകളുണ്ട്. അത് നമ്മൾ ഇവിടെ ഓരോ വരിയിലെയും പൊട്ടുകളുടെ എണ്ണം കൂട്ടി നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പ വഴി വല്ലതുമുണ്ടോ? നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ത്രികോണം. ഇനി ഇതേ ത്രികോണത്തിന്റെ ഒരു രൂപം കൂടി എടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ചതുരമാക്കി മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ മറ്റൊരു ത്രികോണം എടുത്തു. ഇനി എന്ത് ചെയ്യാ? ഈ ത്രികോണത്തെ ഒന്ന് തല തിരിച്ച് ആദ്യത്തെ ത്രികോണത്തോട് ചേർത്ത് വെച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചതുരം കിട്ടും. ഈ ചതുരത്തിൽ ഒരു വരിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പൊട്ടുകളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ 10 വരികളുമുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ 11 × 10 110 പൊട്ടുകൾ ഉണ്ട് എന്ന് കിട്ടും. അത് ഈ ചതുരത്തിലുള്ള പൊട്ടുകളുടെ എണ്ണമല്ലേ? അപ്പോൾ ഒരു ത്രികോണത്തിലെ പൊട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കില്ലേ? അതായത് 110/2. അപ്പോൾ 55 എന്ന് കിട്ടും അല്ലേ? ഇവിടെ നമ്മൾ ചിത്രം ഉപയോഗിച്ചാണ് സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചത്. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ചിത്രത്തിന്റെ സഹായം ഉപയോഗിച്ചു.
ചിത്രങ്ങൾ ഇല്ലാതെ ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് നോക്കാം. ചിത്രത്തിന് പകരം സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് തുക കാണുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ ചിത്രം വെച്ച് കണ്ടുപിടിച്ചത്. 55 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ എന്തു ചെയ്യുന്നു? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ വേണ്ടി എഴുതുക. അതായത് തുക എസ് എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് അങ്ങനെ 10 വരെ എഴുതി. ഇനി നമ്മൾ ആ ത്രികോണത്തിൽ ചെയ്ത ആശയം ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ ചെയ്തത് ആ ചുവന്ന ത്രികോണത്തിന്റെ അതേ രൂപമെടുത്തു. അതായത് എസ് സമം 1 പ്ലസ് 2 പ്ലസ് 10 അത് ഒന്നുകൂടി എടുക്കുക. അതിനെ തല തിരിച്ച് എഴുതുക. അതായത് സംഖ്യകളുടെ ഭാഗം. അപ്പൊ നമുക്ക് എസ് സമം 10 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് ത്രികോണങ്ങളെ ചേർത്ത് വെച്ചു. ഇനി നമുക്കൊരു ചതുരം കിട്ടി. ഇവിടെ ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൂട്ടി നോക്കാം. അപ്പോൾ ത്രികോണത്തിൽ ഒരു വരിയിൽ നമുക്ക് എത്ര പൊട്ടുകളാണ് ഉണ്ടായിരുന്നത്? അതേപോലെ ഇവിടെയും കിട്ടും. ഇവിടെ നോക്കൂ, ഒരേ സ്ഥാനത്തുള്ള സംഖ്യകൾ കൂട്ടി നോക്കുക. 1 10 11, 2 9 11, 3 8 11, 4 7 11, 10 1 11. അപ്പോൾ ഇത് കൂട്ടിയാൽ നമുക്ക് തുകയുടെ 2 മടങ്ങാണ് 2s സമം 11 പ്ലസ് 11 പ്ലസ് 11 എന്നുള്ള രീതിയിൽ കിട്ടും. അതായത് നമ്മുടെ ആ ത്രികോണത്തിന്റെ ഉദാഹരണം എടുത്താൽ ചതുരമാക്കി മാറ്റി ഒരു ചതുരത്തിലെ ഒരു വരിയിൽ 11. ഓക്കെ, ഇവിടെ ഒരു സ്ഥാനത്തെ തുക 11. ഇനി ആ ചിത്രത്തിൽ എത്ര വരികൾ ഉണ്ടായിരുന്നു? 10. പക്ഷേ ഇവിടെ വരികൾ എന്ന ആശയത്തിന് പകരം എത്ര സ്ഥാനങ്ങൾ? ഇവിടെ 10 സ്ഥാനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ തുകയെ, അതായത് 11നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 2s സമം 10 × 11. അപ്പോൾ തുകയുടെ 2 മടങ്ങ് നമുക്ക് 110 എന്ന് കിട്ടി. അപ്പോൾ തുക എന്തായിരിക്കും? അതിന്റെ പകുതി 55. 10 × 11/2. ഓക്കെ, ഇനി ഇതേ ആശയം ഉപയോഗിച്ച് ഒരു ചോദ്യം കൂടി ചെയ്യൂ. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ ഇതേ ആശയം ഉപയോഗിക്കുമ്പോൾ എസ് സമം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 98 പ്ലസ് 99 100 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ തിരിച്ചെഴുതാം. അപ്പോൾ എസ് സമം 100 പ്ലസ് 99 പ്ലസ് 98 പ്ലസ് അങ്ങനെ 2 പ്ലസ് 1 എന്ന് എഴുതാം. രണ്ടും കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 2s സമം ഓരോ സ്ഥാനത്തെയും സംഖ്യകൾ കൂട്ടിയാൽ 101 വെച്ച് കിട്ടും. ഇങ്ങനെ എത്ര 101കളുണ്ട്? 100 എണ്ണം. അപ്പോൾ 2s എന്ന് പറഞ്ഞാൽ 100 × ഒരു സ്ഥാനത്തെ തുക 101. അപ്പോൾ നമുക്ക് s എന്ത് കിട്ടും? 100 × 101/2. അപ്പോൾ നമുക്ക് 50 × 101 5050 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുക വേണമെങ്കിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതെങ്ങനെയായിരിക്കും? ഇതിന് പൊതുവായിട്ടൊരു രൂപം നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കൂ. ഇവിടെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക 100 × 101/2. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 10 × 11/2. ആദ്യത്തെ
50 എണ്ണൽ സംഖ്യകളുടെ തുക 50 ഇൻറ്റു 51/2. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു നിഗമനത്തിലെത്താം. എന്താണ് നിഗമനം എന്ന് നോക്കൂ. ഇതാ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക സമം n ഇൻറ്റു n പ്ലസ് 1/2. അതായത് 1 മുതലുള്ള തുടർച്ചയായ കുറേ എണ്ണൽ സംഖ്യകളുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഇത് ഓർത്തു വയ്ക്കുക. ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനായ കാൾ ഫ്രീഡ്രിക് ഗോസ് ആണ്. അത് രസകരമായ ഒരു കഥയുണ്ട്. നമ്മുടെ ഗോസ് ചെറുപ്പത്തിൽ ഗണിതത്തിൽ വളരെ കഴിവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഗൗസിന് 10 വയസ്സുള്ള സമയത്ത് സ്കൂളിൽ ക്ലാസ്സിലെ അധ്യാപകൻ കുട്ടികൾ ബഹളമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി 1 മുതൽ 100 വരെയുള്ള സംഖ്യകളെല്ലാം കൂട്ടി തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മുടെ മിടുക്കനായ ഗൗസ് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. 5050. അതിനുവേണ്ടി അവൻ ഉപയോഗിച്ച രീതി അധ്യാപകന് വിവരിച്ചു കൊടുത്തു. ആദ്യം 1 + 2 + 3 + 100 എന്ന് എഴുതി. എന്നിട്ട് ഇതിനെ തിരിച്ച് 100 + 99 + 2 + 1 എന്ന് എഴുതി. എന്നിട്ട് ഒരേ സ്ഥാനത്തുള്ള സംഖ്യ കൂട്ടിയാൽ 101 കിട്ടും. അങ്ങനെ ഇതിൽ 100 സംഖ്യകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് ഈ തുകയുടെ 2 മടങ്ങാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തുകയുടെ 2 മടങ്ങ് 100 × 101 ആണെന്നും അപ്പോൾ അതിൽ നിന്നും തുക 100 × 101/2 എന്ന് എഴുതാമെന്നും അത് 5050 ആണെന്നും അധ്യാപകന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2 ആണ് എന്നത് പൊതുവായി വന്നത്. അതായത് 1 മുതലുള്ള തുടർച്ചയായ കുറേ എണ്ണൽ സംഖ്യകളുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഓക്കെ, ഇനി നമുക്ക് 2-3 സിമ്പിളായ ചോദ്യങ്ങൾ ഈ ആശയം ഉപയോഗിച്ച് ചെയ്തു നോക്കാം. ഈ ആശയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമവാക്യം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 2 4 6 8 അങ്ങനെ 100 എന്നിങ്ങനെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്തെഴുതാം? 2 + 4 + 6 + 100 എന്ന് എഴുതാം. ഇനി ഇരട്ട സംഖ്യകളിൽ 2 എന്ന സംഖ്യ പൊതുവാണല്ലോ. അതുകൊണ്ട് ആ പൊതുസംഖ്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പദത്തിൽ 1 ബാക്കിയുണ്ടാവും. 4 എന്ന് പറയുന്നത് 2 × 2, അപ്പം 2 ബാക്കിയുണ്ടാവും. 6-ൽ 2 × 3 3 ബാക്കിയുണ്ടാവും. 100 എന്ന് പറഞ്ഞാൽ 2 × 50 50 ബാക്കിയുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം: 2 × 1 + 2 + 50. ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2 ആണല്ലോ.
ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. അത് കൊടുത്താൽ 2 ഇൻറ്റു 50 ഇൻറ്റു 51/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഉത്തരം 2550 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ത്? അപ്പോൾ ഒന്നാമത്തെ ഇരട്ടസംഖ്യ 2, രണ്ടാമത്തെ ഇരട്ടസംഖ്യ 4, മൂന്നാമത്തെ ഇരട്ടസംഖ്യ 6. അങ്ങനെ ആവുമ്പോൾ n-ാമത്തെ ഇരട്ടസംഖ്യ 2n. അപ്പോൾ ഇതിന്റെ തുക 2 + 4 + 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n. ഇവിടെ 2 പൊതുവാണ്. അതെടുത്തു കഴിഞ്ഞാൽ ആദ്യ പദത്തിൽ 1, രണ്ടാം പദത്തിൽ 2, മൂന്നാം പദത്തിൽ 3, അങ്ങനെ അവസാന പദത്തിൽ n ഉണ്ടാവും. അപ്പോൾ ഇത് 2 ഇൻറ്റു 1 + 2 പ്ലസ് എക്സെട്ര പ്ലസ് n എഴുതാം. ഇനി ആദ്യത്തെ n-എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n + 1/2 ആണ്. അതിവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു n ഇൻറ്റു n + 1/2, 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ n ഇൻറ്റു n + 1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n ഇൻറ്റു n + 1 എന്നാണ്. അത് ഓർത്തു വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ആവശ്യമുള്ള ഒരു സമവാക്യമാണ്. പല പരീക്ഷയ്ക്കും ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 3-ന്റെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ 3-ന്റെ ആദ്യത്തെ n ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, അങ്ങനെ 3n. ഓക്കെ, ഇനി തുക എന്താണ്? 3 + 6 പ്ലസ് എക്സെട്ര പ്ലസ് 3n. ഇതിലെല്ലാം തന്നെ 3 പൊതുവാണ്. അതുകൊണ്ട് 3 ഇൻറ്റു 1 + 2 പ്ലസ് അങ്ങനെ n വരെ കിട്ടും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n + 1/2 ആണ്. അത് ഇവിടെ കൊടുത്താൽ 3 ഇൻറ്റു n ഇൻറ്റു n + 1/2 എന്ന് കിട്ടും. സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ 4-ന്റെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക കണ്ടുപിടിച്ചാലോ? അപ്പോൾ 4-ന്റെ ആദ്യത്തെ n ഗുണിതങ്ങൾ ഏതൊക്കെയാ? 4, 8, 12, അങ്ങനെ 4n. ഇതിന്റെ തുക 4 + 8 പ്ലസ് എക്സെട്ര പ്ലസ് 4n. ഇതിൽ 4 പൊതുവാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഓരോ പദത്തിലും 1, 2, അങ്ങനെ n വരെ ആയിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n + 1/2 ആയതിനാൽ ഇത് 4 ഇൻറ്റു n ഇൻറ്റു n + 1/2. അപ്പോൾ 2n ഇൻറ്റു n + 1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത്രയും ചെയ്തതിൽ നിന്നും ഒരു പൊതുരൂപം എഴുതിയാലോ? അതായത് k എന്ന എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക എത്രയായിരിക്കും? നാലാവുന്ന സമയത്ത് 4 ഇൻറ്റു n ഇൻറ്റു n + 1/2. മൂന്നാവുന്ന സമയത്ത് 3 ഇൻറ്റു n ഇൻറ്റു n + 1/2. രണ്ടാവുന്ന സമയത്ത്
2 ഇൻറ്റു n പ്ലസ് 1/2, അതായത് 2 വെട്ടിപ്പോകുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2. 1 ആവുന്ന സമയത്ത് 1 ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ k എന്ന എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക എന്തായിരിക്കും? k ഇൻറ്റു n പ്ലസ് 1/2. ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ n ഗുണിതങ്ങൾ ഏതൊക്കെയാ? ആദ്യത്തെ k ആയിരിക്കും, പിന്നെ 2k, 3k, അവസാനം nk. ഇനി ഇത് കൂട്ടുന്ന സമയത്ത് നമുക്ക് k പൊതുവാണ്. അപ്പോൾ നമുക്ക് k ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് n എന്ന് എഴുതാം. ഇനി ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 ആയതിനാൽ ഇത് k n പ്ലസ് 1/2 എന്ന് കിട്ടും. അതാണ് k എന്ന എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക k ഇൻറ്റു n പ്ലസ് 1/2. ഇതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യമാണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? ഇത് നമുക്ക് കുറച്ച് ചിന്തിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ n-ാം ഒറ്റ സംഖ്യ xn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ ഒറ്റ സംഖ്യ 1 ആണ്. ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് നിന്നും n-ാം സ്ഥാനം വരെയുള്ള സ്ഥാന വ്യത്യാസം എത്രയാണ്? n-1 ആണല്ലോ. ഇനി ഒറ്റ സംഖ്യകളിൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ പൊതുവ്യത്യാസത്തെ ഈ സ്ഥാന വ്യത്യാസം n-1 കൊണ്ട് ഗുണിച്ച് നമുക്ക് ആദ്യ സംഖ്യ കൂട്ടിയാൽ n-ാം ഒറ്റ സംഖ്യ കിട്ടും. അപ്പോൾ ഇവിടെ 1 പ്ലസ് n-1 ഇൻറ്റു 2. അപ്പോൾ 1 പ്ലസ് 2n-2. അപ്പോൾ നമുക്കിത് 2n-1 എന്ന് കിട്ടും. അപ്പോൾ n-ാം ഒറ്റ സംഖ്യ 2n-1 ആണ്. ഇതിൽ നിന്നും നമുക്ക് ഒന്നാമത്തെ ഒറ്റ സംഖ്യ, രണ്ടാമത്തെ ഒറ്റ സംഖ്യ, അങ്ങനെ നമുക്ക് n-ാം ഒറ്റ സംഖ്യ വരെ കണ്ടുപിടിക്കാം. അത് നമുക്ക് 1, 3, 5, 2n-1 ആയിരിക്കുമല്ലോ. ഇനി ഇതിൻ്റെ തുക അതെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, 1 എന്നുള്ളത് എന്താണ്? നമ്മുടെ n-ാം ഒറ്റ സംഖ്യയിൽ n-ന് 1 കൊടുത്താൽ കിട്ടുന്നതല്ലേ? 2 ഇൻറ്റു 1 മൈനസ് 1. 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 2-ാം സ്ഥാനമാണ്. അതുകൊണ്ട് 2 ഇൻറ്റു 2 മൈനസ് 1. 5 കിട്ടുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു 3 മൈനസ് 1. 2n-1 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 2 ഇൻറ്റു 1, 2 ഇൻറ്റു 2, 2 ഇൻറ്റു 3, അങ്ങനെ 2 ഇൻറ്റു n വരെ ഉണ്ട്. അതിൽ 2 പൊതുവാണ്, അത് നമ്മൾ എടുക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 1 മുതൽ n വരെയുള്ള തുക. പിന്നെ ഇവിടെ എല്ലാം എന്തുണ്ട്? -1, -1, -1. അത് എത്ര പ്രാവശ്യമുണ്ട്? ഇത് ആദ്യത്തെ പ്രാവശ്യം. ഇവിടെ 2 വരുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം, 3 വരുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം, n വരുമ്പോൾ n-ാമത്തെ പ്രാവശ്യം. അതായത് ഇത് നമുക്ക് 2 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് n വരെ എഴുതാം. എന്നിട്ട് ഈ മൈനസ് പൊതുവായി എഴുതി. എന്നിട്ട് എത്ര ഒന്നുകളുണ്ട് ഇവിടെ? n എണ്ണമുണ്ട്.
ഇനി 2 ഇൻറ്റു ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 മൈനസ് ഇവിടെ n എണ്ണമാണുള്ളത്, അതുകൊണ്ട് n. ഇനി ഇവിടെ രണ്ടും ക്യാൻസലായി പോകുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n. ഇത് നമുക്ക് n സ്ക്വയർ പ്ലസ് n മൈനസ് n എഴുതാം. n ക്യാൻസലായി പോകുമ്പോൾ n സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ. ഈ 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിച്ചാലോ? ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം xn സമം an പ്ലസ് b ആണെങ്കിൽ അതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക എത്ര? നമുക്കിത് വേഗം ചെയ്തു നോക്കിയാലോ? അപ്പോൾ സമാന്തര ശ്രേണിയുടെ n-ാം പദം xn സമം an പ്ലസ് b. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ കുറച്ച് പദങ്ങൾ എഴുതാം. x1 a പ്ലസ് b, x2 2a പ്ലസ് b, x3 n-ന് 3 കൊടുത്താൽ 3a പ്ലസ് b. അങ്ങനെ ഇനി നമുക്ക് അവസാനം xn na പ്ലസ് b. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ തുകയാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് തുക കിട്ടാൻ എല്ലാം കൂടി ഒന്ന് കൂട്ടാം. അപ്പോൾ കൂട്ടുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഇടതുവശം കൂട്ടിയാൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് അങ്ങനെ xn വരെ കിട്ടും. വലതുവശത്ത് എന്തായിരിക്കും? വലതുവശത്ത് ശ്രദ്ധിക്കൂ. ഇവിടെ a, 2a, 3a അങ്ങനെ na. ഇതിലെല്ലാം a പൊതുവാണല്ലോ. അപ്പം നമ്മൾ a എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? 1, 2, 3 അങ്ങനെ n വരെ ഉണ്ട്. അതിൻ്റെ തുക എഴുതാം. ഇനി ഇവിടെ എത്ര ബികളുണ്ട്? 1, 2, 3 ആവുമ്പോൾ b, n ആവുന്ന സമയത്ത് n അല്ലേ? അപ്പം നമുക്ക് ഇവിടെ n ബികളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് കൂട്ടുമ്പോൾ എന്തെഴുതാം? ശ്രദ്ധിക്കൂ. ഇത് ഇടതുവശത്തുള്ളത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് xn സമം a പൊതുവായതുകൊണ്ട് a. ഇനി ബ്രാക്കറ്റിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n. പിന്നെ പ്ലസ് ഇത് b എത്ര പ്രാവശ്യമുണ്ട്? n പ്രാവശ്യമുണ്ട്. അപ്പോൾ n ഇൻറ്റു b. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 അതിവിടെ കൊടുക്കുന്നു. ഓക്കെ. അപ്പം നമുക്ക് സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ത് കിട്ടും? a n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് nb. ഇത് ഓർത്തു വയ്ക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം an പ്ലസ് b ആണെങ്കിൽ അതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് nb ആയിരിക്കും. ഓക്കെ. ഇത് ഓർത്തു വയ്ക്കണം. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബീജഗണിത രൂപം xn സമം an പ്ലസ് b. അപ്പോൾ n പദങ്ങളുടെ തുക a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് nb. ഇവിടെ എയും ബിയും ഓരോ നിശ്ചിത സംഖ്യകളാണ്. ഓക്കെ.
ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമവാക്യം കൂടി കണ്ടെത്താം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങളുടെ തുക ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിന്റെ പകുതിയാണ് എന്ന് തെളിയിക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങളുടെ തുക ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിന്റെ പകുതിയാണ്. അപ്പൊ നമുക്ക് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം an പ്ലസ് b എന്നെഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒന്നാം പദം a പ്ലസ് ബി, രണ്ടാം പദം 2a പ്ലസ് ബി, മൂന്നാം പദം xn സമം 3a പ്ലസ് ബി, അങ്ങനെ എക്സെട്ര എന്നാം പദം xn സമം na പ്ലസ് ബി. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൂട്ടുകയാണ്. അപ്പോൾ ഇടതുവശത്ത് നമുക്ക് ഇതിന്റെ തുക കിട്ടും, വലതുവശത്ത് ഇതിന്റെ തുക എഴുതണം. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn അതെന്തായിരിക്കും? സമം a പൊതുവാണ്. അപ്പൊ a പുറത്തേക്ക് എടുത്തു. ഇവിടെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ n. ഇനി ഇവിടെ 1 2 3 ഇത് എണ്ണി നോക്കുമ്പോൾ n എണ്ണം ഉണ്ട്. അപ്പോൾ nb എന്ന് കിട്ടും. ഇനി ആദ്യത്തെ n എണ്ണ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അപ്പോൾ ഇത് a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് nb എന്നെഴുതാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് പദങ്ങളുടെയും ഛേദം തുല്യമാക്കാൻ 2 കൊണ്ട് ഇവിടെ ഗുണിക്കുക. അപ്പോൾ ഇത് a ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2nb ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ 2 പദത്തിലും n ഉണ്ട്, താഴെ 2 പൊതുവാണ്. അപ്പോൾ നമുക്ക് n-നെയും 2-നെയും പൊതുവായി എഴുതുമ്പോൾ n/2 ഇൻറ്റു ഇതിൽ ബാക്കി a ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2b. ഇനി ഇത് ഗുണിച്ചെഴുതൂ. അപ്പോൾ n/2 ഇൻറ്റു an പ്ലസ് a ഇൻറ്റു 1 a പ്ലസ് 2bനെ നമ്മൾ b പ്ലസ് b എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഒരു ബിനെ an കൊടുക്കുക, മറ്റേ ബി എയുടെ കൂടെ നിർത്തുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? an പ്ലസ് n/2 ഇൻറ്റു an പ്ലസ് ബി പ്ലസ് a പ്ലസ് ബി. ഇനി ഇവിടെ an പ്ലസ് ബി എന്താണെന്ന് നോക്കൂ. ഇവിടെ na പ്ലസ് ബി എന്ന് പറഞ്ഞാലും an പ്ലസ് ബി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിന് പകരം നമുക്ക് xn എന്ന് എഴുതാം. a പ്ലസ് ബി എന്താണ്? a പ്ലസ് ബിക്ക് പകരം x1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് n/2 ഇൻറ്റു xn പ്ലസ് x1, അതായത് n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് എഴുതാം. ഇതിൽ നിന്നും ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂട്ടുക. അതിനെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് തുക കിട്ടും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക n/2 ഇൻറ്റു x1 പ്ലസ് xn ആയിരിക്കും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങളുടെ തുക ആദ്യത്തെയും
അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിന്റെ പകുതിയാണ്. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ കുറച്ച് സമവാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് എഴുതി വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n+1/2 ആയിരിക്കും. അതായത് 1 മുതലുള്ള തുടർച്ചയായ കുറേ എണ്ണൽ സംഖ്യകളുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n+1 ആണെന്ന് മനസ്സിലാക്കി. പിന്നെ k എന്ന എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n ഗുണിതങ്ങളുടെ തുക k ഇൻറ്റു n+1/2 ആണെന്നും മനസ്സിലാക്കി. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ആശയം ഉപയോഗിച്ച് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആയിരിക്കും എന്ന് നമ്മൾ തെളിയിച്ചു. അതിനുശേഷം സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം an+b ആണെങ്കിൽ അതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക a ഇൻറ്റു n+1/2 പ്ലസ് nb ആണെന്ന് മനസ്സിലാക്കി. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി. എന്താണത്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തന്നാൽ ആദ്യത്തെ n പദങ്ങളുടെ തുക, അതായത് n-ാം പദവും തന്നാൽ n പദങ്ങളുടെ തുക n/2 ഇൻറ്റു x1 പ്ലസ് xn ആയിരിക്കും. അപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേപ്പറിൽ എഴുതി കയ്യിൽ വെക്കുക. എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി ഇത് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നാലും ഇതുപയോഗിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, അടുത്തതായി നമുക്ക് ഇവിടെ സമാന്തര ശ്രേണിയിലെ തുകകൾ എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമവാക്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം ഇതിലെ ചോദ്യങ്ങൾ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് നമുക്ക് ഏകദേശം 40 മിനിറ്റിന് അടുത്താവാറായി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.